തൃശൂരിൽ ഇത്തവണ നേരത്തെ ഒരുങ്ങിയിരിക്കുകയാണ് ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് തൃശൂർ. സുരേഷ് ഗോപി തന്നെയാണ് ഇത്തവണയും ഇവിടെ കളത്തിലിറങ്ങുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിനു മുൻപ് തന്നെ പ്രവർത്തകർ ചുമരെഴുത്തുകളും പ്രചരണങ്ങളും തുടങ്ങിയത് ദിവസങ്ങൾക്കു മുൻപേ വാർത്തയായിരുന്നു. ഇത്തവണ ബി.ജെ.പി. അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരുക്കങ്ങൾ. 2019 രാഹുൽ ഗാന്ധിയുടെ തരംഗത്തിൽ CPM കോട്ടകൾ തകർന്നടിഞ്ഞപ്പോൾ ബി.ജെ.പി. പോരിൽ വമ്പ് കാട്ടിയെന്നാണ് കണക്കുകൾ. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ മണ്ഡലങ്ങളിൽ വോട്ടുകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചു. ഇത്തവണ നേരത്തെ ഒരുങ്ങിയിരിക്കുകയാണ് ബി.ജെ.പി. സുരേഷ് ഗോപിയാകട്ടെ 2019 ശേഷം പ്രചരണം നിർത്തിയിട്ടുമില്ല. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും മത്സരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. രാജീവ് ചന്ദ്രശേഖർ, നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ എന്നിവരുടെ പേരുകളും ചർച്ചയിലുണ്ട്. ദേശീയ നേതാക്കളെ കളത്തിലിറക്കി സംസ്ഥാനത്തുടനീളം മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റാൻ തിരുവനന്തപുരം മണ്ഡലം ഉപയോഗിക്കാനാണ് ബി.ജെ.പി. ആലോചിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ തന്നെ കളത്തിലിറങ്ങുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ഇത്തവണ കൂടി മത്സരിക്കുമെന്നാണ് നേതാവ് പറയുന്നത്. CPIക്ക് വേണ്ടി ബിനോയ് വിശ്വത്തിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായ സാഹചര്യത്തിൽ ആനി രാജയുടെ പേര് ഉൾപ്പെടെ പരിഗണിക്കുന്നുണ്ട്. പത്തനംതിട്ടയാണ് ബി.ജെ.പി. പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മറ്റൊരു മണ്ഡലം. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ വോട്ട് വർദ്ധിപ്പിച്ച മണ്ഡലമാണിത്. ആന്റണി തന്നെ കോൺഗ്രസിന് വേണ്ടി കളത്തിലിറങ്ങിയേക്കാം. കുമ്മനം രാജശേഖരൻ, PC ജോർജ്, നടൻ ഉണ്ണി മുകുന്ദൻ എന്നിവരുടെ പേരുകളാണ് ബി.ജെ.പി. പാളയത്തിൽ നിന്നും കേൾക്കുന്നത്. PC ജോർജിനെ ചേർത്തു പിടിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി പെട്ടിയിലാക്കാനാണ് ബി.ജെ.പി. ശ്രമം. തൃശൂരിലും ബി.ജെ.പി. ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാൻ പ്രത്യേക പദ്ധതി തന്നെ തയ്യാറാക്കുന്നുണ്ട്. അതിനുള്ള തീവ്ര ശ്രമങ്ങൾ സുരേഷ് ഗോപി ആരംഭിച്ചു കഴിഞ്ഞു. മകളുടെ വിവാഹം ലക്ഷ്യമാക്കി അത്തരം ചില പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു നേതാവ്. ഇനി കോൺഗ്രസും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സിറ്റിംഗ് MP TN പ്രതാപനെ വീണ്ടും കളത്തിലിറക്കാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നു. ബി.ജെ.പിയുമായിട്ടാണ് ഇത്തവണ മത്സരമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ CPIക്ക് വേണ്ടി VS സുനിൽകുമാർ മത്സരിക്കുമെന്നാണ് അഭ്യൂഹം. അങ്ങനെ സംഭവിച്ചാൽ മതേതര വോട്ടുകൾ ഭിന്നിക്കുകയും സുരേഷ് ഗോപിക്ക് എളുപ്പവഴി ഒരുങ്ങുകയും ചെയ്തേക്കാം. അതേസമയം കണക്കുകൾ തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ബി.ജെ.പി. പറയുന്നുണ്ട്. 1276 ബൂത്തുകളാണ് തൃശൂർ മണ്ഡലത്തിലുള്ളത്. 300-ലധികം ബൂത്തുകളിൽ ബി.ജെ.പി. ലീഡ് ചെയ്യുന്നുമുണ്ട്. 350-ലധികം ബൂത്തുകളിൽ ബി.ജെ.പി. രണ്ടാം സ്ഥാനത്താണ്. 2019 നിരവധി പഞ്ചായത്തുകളിൽ സുരേഷ് ഗോപിക്കായിരുന്നു ലീഡ്. പ്രധാന മത്സരം കോൺഗ്രസുമായിട്ടാണെന്നും എങ്കിലും രണ്ട് മുന്നണികളെയും വില കുറച്ച് കാണുന്നില്ല എന്നുമാണ് ബി.ജെ.പി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പറഞ്ഞിരുന്നത്.